നമസ്കാരം, ക്ഷേത്രത്തിലാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മുനിസിപ്പൽ മൈതാനത്താണ്. ഇവിടെ നമ്മുടെ തിരുവല്ലായി ഇവിടെ പുഷ്പമേളയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യമേ തന്നെ കയറി ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്നത് വലിയൊരു ആനയെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ഇവിടുത്തെ പാസ് 50 രൂപയാണ് പാസ്. അതുപോലെ തന്നെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പാസ് വേണ്ട. നമ്മുടെ പുഷ്പമേളയ്ക്ക് തുടക്കം ഇന്ന് കുറിച്ചതേ ഉള്ളൂ. അതുപോലെ തന്നെ നിരവധി സെൽഫി പോയിന്റുകളാണ് ഇവിടെ ഉള്ളത്. അവർ ക്രമീകരിച്ചിരിക്കുന്നത് ആദ്യത്തെ ഒരു സെൽഫി പോയിന്റ്. നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു ചെല്ലുമ്പോഴാണ് അവിടെ ഒരു വലിയ ബോർഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. തിരുവല്ല പുഷ്പോത്സവം 2026 എന്നുള്ളൊരു ബോർഡ്. അവിടെ നിന്ന് നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷമാണ് അവിടെ നിന്നും മടങ്ങിയത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള പല കളറിലുള്ള നമ്മൾ കണ്ടിട്ടും കാണാത്തതുമായ വ്യത്യസ്തമായിട്ടുള്ള ഒത്തിരി പൂക്കൾ കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മളിപ്പം രണ്ടാമത്തെ സെൽഫി പോയിന്റിലെത്തിയേക്കാണ്. ഇതുപോലെ നിരവധി സെൽഫി പോയിന്റുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ മാക്സിമം ഇവിടെ നാളെ തൊട്ട് എത്താൻ ശ്രമിക്കുക. നല്ല അടിപൊളി കലാപരിപാടികളും അതുപോലെ തന്നെ ഒരു വീടിന് ആവശ്യമായ ഉപകരണങ്ങൾ അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം മൂന്നാമത്തെ സെൽഫി പോയിന്റിലെത്തിയേക്കുവാണ്. ഇതുപോലെ നിരവധി സെൽഫി പോയിന്റുകളാണ് ഇവിടെ അവർ ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വരുന്ന വഴിയിലൊക്കെ പുഷ്പങ്ങൾ പല രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ ഞങ്ങളിനി പോകുന്ന വഴിയിൽ ഒത്തിരി കാഴ്ചകളുണ്ട്. ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. 4 ലക്ഷം ചതുരശ്ര അടിയിലുള്ള ഒരു പുഷ്പ വസന്തം തന്നെയാണ് തിരുവല്ല പുഷ്പമേള 2026 നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ജോജി തോമസിനെ ആദ്യമായി ക്ഷണിക്കുകയാണ്. കേരള റവന്യൂ ബോർഡിന്റെ പ്രഥമ ദിവസത്തെ കലാസമിതി അംഗങ്ങൾ, സൊസൈറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, സൊസൈറ്റിയുടെ സെക്രട്ടറി. അതുപോലെ നമ്മൾ അടുത്തൊരു സെൽഫി പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് അനുഭവിക്കുവാനും ാണ് സൊസൈറ്റി പ്രവർത്തന പുരസ്കാരമായി നേതൃത്വം നൽകുന്ന സിജി മണ്ഡലത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പൂക്കളുടെ ഒരു കൊണ്ടുള്ള ഒരു കൊട്ടാരമാണ് തിരുവല്ല മുസ്ലിം ജമാഅത്തിന്റെ ഇമാമിനെ ആദരപൂർവ്വം തിരുവല്ലയിലെ സാമൂഹിക സാംസ്കാരിക സൊസൈറ്റിയുടെ അംഗങ്ങളായിട്ടുള്ള ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളുടെ വേദിയിലുണ്ടല്ലോ. ഈ ദിവസങ്ങളിലെ പരിപാടികൾക്കൊക്കെ നേതൃത്വം നൽകുന്ന സംഘടനയുടെ മുൻ പ്രഷറും കൂടിയായ ശ്രീ തോമസ് സദസ്സിൽ ഉപസ്ഥിതരായിരിക്കുന്ന അതുപോലെ തന്നെ നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും നീണ്ട ഒരു സ്റ്റാളാണ് ഇവിടെ ഉള്ളത്. എന്ത് ഐറ്റം വേണേലും നമുക്കിവിടെ മേടിക്കാൻ കിട്ടും. കുട്ടികളുടെ കളിപ്പാട്ടം, അതുപോലെ തന്നെ വീട്ടിനാവശ്യമായ കപ്പുകൾ, ഗ്ലാസ്സുകൾ, അലുവായുടെ തന്നെ വലിയൊരു കട തന്നെയാണ് ഉള്ളത്. അതുപോലെ തന്നെ പണ്ട് കാലത്ത് നമ്മൾ കഴിച്ച മുട്ടായികൾ, ചിപ്സ് ഐറ്റങ്ങൾ, അച്ചാറിൻ്റെ പലതരത്തിലുള്ള അച്ചാർ ഐറ്റംസ് നമുക്കിവിടെ കിട്ടും.
പിന്നെ നമ്മൾ നേരെ ചെല്ലുന്നത് നമുക്കേറെ ഇഷ്ടപ്പെട്ട ഫുഡ് കോർട്ടിലേക്കാണ്. വലിയൊരു ഫുഡ് കോർട്ടാണ് ഇവിടെ നമുക്ക് വേണ്ടി അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ വന്നപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ കുറേ ചേച്ചിമാർ ചായ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ ഒരു സൈഡിൽ മുളക് ബജ്ജി, മുട്ട ബജ്ജി, ബജ്ജിയുടെ ഒരു ഐറ്റം, അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴാണ് ഇവിടെ ഇപ്പോൾ ട്രെൻഡിങ് ആയ ബൺ മസ്ക ഒരു ചേച്ചി ഇവിടെ വിൽക്കുന്നത് കണ്ട് ഞങ്ങൾ ഒരു ബൺ മസ്ക മേടിച്ച് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അതിന് ബട്ടറെല്ലാം തൂത്തതിന് ശേഷം, ബണ്ണിനകത്ത് തൂത്തതിന് ശേഷം സ്ട്രോബെറിയുടെ ബൺ മസ്കയാണ് മേടിച്ചത്. എന്തായാലും നമുക്ക് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, എനിക്കിഷ്ടപ്പെട്ട്. അപ്പോൾ നിങ്ങളതിലേ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ കാണാം. ഫുഡ് കൗണ്ടർ ഇറങ്ങുന്നതിൻ്റെ ഭാഗത്താണ് ഈ ഒരു പുള്ളിക്കാരി ഉള്ളത്. അപ്പോൾ മേടിച്ച് കഴിക്കാൻ മറക്കല്ല്. നമ്മുടെ തിരുവല്ലയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഐറ്റം വരുന്നത്. സ്കൈ ഡൈനിങ് ആണ്. നമ്മൾ ആ തിരുവല്ലയിൽ കയറി അത് ഇത്ര ഉയരത്തിൽ നമ്മളെ കൊണ്ടുപോകും. നമ്മളെ തിരുവല്ലയിലെ കാഴ്ചകളൊക്കെ ഇവത്തെ ഇരുന്നുകൊണ്ട് കാണാം. മറ്റേ ഇതാ അതുപോലെ തന്നെ നമ്മളടുത്ത് എത്തിയത് അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ്. പലതരത്തിലുള്ള ഗെയിം സെക്ഷന്, അതുപോലെ തന്നെ പലതരത്തിലുള്ള റൈഡുകളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഇവിടെ പ്രോഗ്രാമുണ്ട്. ചാനലിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന നമുക്കറിയാവുന്ന പല താരങ്ങളും ഇവിടെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും